വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അധികാരികളുടെ ഉത്തരവുകൾക്ക് അനുസൃതമായി അല്ലാതെ പ്രവർത്തിക്കുവാൻ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട സൈനികർക്ക് മറ്റൊരു വഴിയും ഉണ്ടാകില്ല. ചെയ്തു തുടങ്ങുന്ന ക്രൂരതകളെല്ലാം അന്ത്യമില്ലാതാകുമ്പോൾ അവരുടെ മനസ്സും ശരീരവും മരവിച്ചു തുടങ്ങുക തന്നെ ചെയ്യും. ചെയ്യുന്നതെല്ലാം കുറ്റബോധത്തിൽ കലാശിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും തുടർന്നു പോകാൻ കഴിയാതെ നിരവധി പേർ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തിയ വംശഹത്യ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം സഹിക്കാൻ വയ്യാതെ ഒരു ഉന്നത ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ഒക്ടോബർ 7 മുതലുള്ള ആക്രമണങ്ങളിൽ പങ്കാളിയാകുന്ന ഉദ്യോഗസ്ഥൻ യുദ്ധത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം കടുത്ത മാനസിക പ്രശ്നങ്ങളും അനുഭവിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് വാഷിംഗ്ടൺ DC ഇന്ത്യക്ക് സാമ്പത്തിക സഹായം നൽകിയതിനെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ എന്ന പേരിൽ 160 കോടി രൂപയാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സഹായം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ചെലവ് കുറയ്ക്കൽ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് ആണ് ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കാനുള്ള നിർദ്ദേശം പ്രധാനമായും സർക്കാരിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സാമ്പത്തിക വളർച്ചയുള്ള ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തിനാണ് ശരിക്കും നമ്മൾ ഇന്ത്യക്ക് പണം കൊടുക്കുന്നത്? അവരുടെ കൈവശം ശരിക്കും ധാരാളം പണം ഉണ്ടല്ലോ. നമ്മളെ സംബന്ധിച്ച് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ എന്നത്. ഉയർന്ന നികുതി മൂലം അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ട സാഹചര്യവും വരുന്നുണ്ട്. ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തനിക്ക് യഥാർത്ഥത്തിൽ ബഹുമാനമാണുള്ളത്. എന്നാൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനായി $21 മില്യൺ, അതായത് 160 കോടി രൂപ എന്തിനു കൊടുക്കണമെന്നാണ് ട്രംപ് ഉയർത്തുന്ന പ്രധാന ചോദ്യം. അതേസമയം ഇറാൻ ദുർബലമാണെന്ന അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആവർത്തിച്ചിട്ടുള്ള വാദങ്ങൾക്ക് തിരിച്ചടിയായി ഇസ്രയേലിനെതിരെ മൂന്നാമത്തെ നേരിട്ടുള്ള ആക്രമണം ഏത് നിമിഷവും ഉണ്ടായേക്കാവുന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ മുതിർന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡറായ അലി ഫത്താവിയാണ് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്ന പേരിട്ടിരിക്കുന്ന പദ്ധതി ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി പ്രമുഖ ഇറാനിയൻ മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാൻ മുമ്പ് ഇസ്രയേലിനെ മിസൈൽ ആക്രമണത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുകയും ചെയ്തിരുന്നു. ഇറാന്റെ പ്രതിരോധ ശക്തി ദുർബലപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഒക്ടോബർ 26-ന് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അമേരിക്ക വാനോളം പുകഴ്ത്തുകയാണ് ചെയ്തത്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എതിരാളികളിൽ നിന്നുള്ള ഭീഷണികൾ വിജയകരമായി അതിജീവിച്ചിട്ടുണ്ടെന്നും ഫത്താവി വ്യക്തമാക്കുകയുണ്ടായി. ലോകത്തിലെ ദുഷ്ടന്മാർ നമുക്കെതിരെ യുദ്ധം ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നുപോയിട്ടില്ലെന്നും നമ്മെ നേരിടാൻ മറുവശത്ത് ആരാണ് നിൽക്കുന്നത്, മഹാനായ സാത്താൻ അമേരിക്ക എന്നുമാണ് അദ്ദേഹം ശക്തമായി ആരോപിച്ചത്. അതേസമയം റഷ്യൻ ലക്ഷ്യങ്ങളെ ഉന്നമിട്ടുകൊണ്ട് കൈവിട്ട കളിയാണ് യുക്രൈൻ നടത്തുന്നത്. റഷ്യയിലെ ക്രോസ്നോഡർ മേഖലയിലെ ഒരു പ്രധാന എണ്ണ പമ്പിംഗ് സ്റ്റേഷനായ കസ്പിയൻ പൈപ്പ്ലൈൻ കൺസോർഷ്യനെതിരെ ലക്ഷ്യമിട്ട് നിരവധി യുക്രൈൻ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വരുന്നത്. എന്നാൽ ഈ കളിയിലും യുക്രൈൻ അല്പം പാളിയിട്ടുണ്ട്. കാരണം യുക്രൈൻ ആക്രമണം നടത്തിയിരിക്കുന്നത് അമേരിക്ക കൂടി പങ്കാളിയായിട്ടുള്ള എണ്ണ പമ്പിംഗ് സ്റ്റേഷന് നേർക്കാണ്. എണ്ണ പമ്പിംഗ് സ്റ്റേഷന് നേരെ ആക്രമണം നടത്തിയ അതേ ദിവസം തന്നെ ക്രോസ്നോഡർ മേഖലയിൽ ഏകദേശം 20 UAVകൾ ആക്രമണം നടത്തിയതായാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നത്. 147 റഷ്യൻ ഡ്രോണുകളിൽ 83 എണ്ണം തടഞ്ഞതായി യുക്രൈന്റെ വ്യോമസേന അവകാശപ്പെട്ടു. അതേസമയം 90 യുക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായിട്ടാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്നത് മെക്സിക്കോയിലെ മയക്കുമരുന്ന് കാർട്ടലുകളെ നിരീക്ഷിക്കുന്നതിനായി CIA രഹസ്യ ദൗത്യങ്ങളിൽ ഡ്രോണുകൾ വിക്ഷേപിച്ചുവെന്നും അവ സായുധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. MQ-9 റിപ്പർ ഡ്രോണുകൾ ഉപയോഗിച്ച് നടക്കുന്ന രഹസ്യ പ്രവർത്തനങ്ങൾ തെക്കൻ അമേരിക്കൻ അതിർത്തിയിലുടനീളമുള്ള മയക്കുമരുന്ന് സംഘങ്ങളെയും അവരുടെ ലാബുകളെ വിലയിരുത്തി അവരെ നശിപ്പിക്കാനുള്ള സാധ്യതയുള്ള വ്യോമാക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. MQ-9 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ദൗത്യങ്ങൾ നടത്തുന്നത്. എന്നാൽ നിർദ്ദിഷ്ട ആക്രമണങ്ങൾ നടത്തുന്നതിന് അവയിൽ പെലോഡുകൾ ഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. സൊമാലിയ, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിലെ ഭീകരരെ ലക്ഷ്യം വയ്ക്കാൻ അമേരിക്കൻ വ്യോമസേന ഇവ പതിവായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ജനുവരി 20-ലെ എക്സിക്യൂട്ടീവ് ഉത്തരവിന് ശേഷം വിദേശ ഭീകര സംഘടനകളായി മുദ്ര കുത്തുമെന്ന് കരുതപ്പെടുന്ന മയക്കുമരുന്ന് കാർട്ടലുകളുടെ ഒരു പട്ടിക അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പട്ടിക കോൺഗ്രസിന് അയക്കുകയും ചെയ്തിരുന്നു.